Once again, welcome back to KCS Classes. KCS Classesine മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS, Assistant Professor in Business Administration, Kerala PSC Collegiate Education Exam date April 6 തീയതിയാണ്. സോ അതിലെ 10 മൊഡ്യൂളിലെ ഓരോ മൊഡ്യൂളിലെയും മൊഡ്യൂൾ വൈസ് അനാലിസിസ് ആണ് നമ്മളിപ്പോ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആ ഒരു മൊഡ്യൂളിന്റെ ഡീറ്റെയിൽസ് ആണ്. സോ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, സിലബസിന്റെ എൻറ്റയർ ഡീറ്റെയിൽസ്, ദെൻ അത് മാത്രമല്ല റെഫറൻസ് ബുക്സ്, ദെൻ ഒരു ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ. സോ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന 8th മൊഡ്യൂൾ, 8ാമത്തെ മൊഡ്യൂളാണ്. സോ സിലബസിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ സ്ട്രാറ്റജി മാനേജ്മെന്റ് ഡീറ്റെയിൽസ് മാത്രമല്ല, അവിടെ കോർപ്പറേറ്റ് ഗവേണൻസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സിലബസിൽ. സോ ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് 8th മൊഡ്യൂള്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസിൽ നമുക്ക് കാണാൻ സാധിക്കാം. സോ നമുക്ക് സിലബസിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ തന്നെയാണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഏരിയയിലും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. ബിക്കോസ് ഒരു മിക്സ് ആയിട്ടൊരു മൊഡ്യൂൾ അല്ല. സോ സ്ട്രാറ്റജിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, കോർപ്പറേറ്റ് ഗവേണൻസിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ കോമേഴ്സിന്റെ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ അതിലെ 10 മൊഡ്യൂള് എല്ലാ ഏരിയയിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഡയറക്ട് ടാക്സ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂളാണ്. സോ രണ്ട് ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. ഒരൊറ്റ ഏരിയ പോലും അവർ സ്കിപ്പ് ചെയ്തിട്ടില്ല. സോ അതുപോലെ തന്നെ ഇവിടെ 2 ഏരിയ നമുക്ക് തരുന്നുണ്ടെങ്കിൽ ഒരു മൊഡ്യൂളില് 2 ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് സിലബസിന്റെ ഡീറ്റെയിൽസിലോട്ടൊക്കെ പോകാം. അത് തന്നെ അപ്പൊ സിലബസ് നോക്കിയാൽ അറിയാം. അത് തന്നെ സ്ട്രാറ്റജി എന്താണെന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ളത്. ദെൻ ബിസിനസ് സ്ട്രാറ്റജിയുടെ ഡീറ്റെയിൽസ്, ദെൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്താണ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സ്, ഇതൊക്കെയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ദെൻ ഡിഫറെന്റ് ലെവൽസ് നമുക്കറിയാം, കോർപ്പറേറ്റ് ലെവല്, ബിസിനസ് ലെവല്, ഫംഗ്ഷൻ ലെവല്, ആ ഒരു ഏരിയാസ്. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ, ഏത് എക്സാമിനും സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ്സ്, ഗോൾസ്, ഈ ഒരു 4 ഏരിയ, ഈ 4 കാര്യങ്ങൾ ബേസിക്സ് ആണ്. നല്ല രീതിയിൽ പഠിക്കണം. അതിന് എന്തായാലും നമുക്കൊരു എക്സ്പെക്ട് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അതിനുശേഷം എൻവയോൺമെന്റൽ സ്കാനിങ്, മൈക്രോ ആൻഡ് മാക്രോ. ദെൻ അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനാലിസിസ് എന്താണ്, സോട്ട് അനാലിസിസിന്റെ 5 ഫോഴ്സസ് മോഡൽ ഉണ്ട്. ദെൻ പെസ്റ്റൈൽ വേറെ അനാലിസിസ് ആണ്. ടോസ് മാട്രിക്സ് ഡിസ്കസ് ചെയ്യാണ്ട്. ദെൻ നെക്സ്റ്റ് ഏരിയയിലോട്ട് പോകുമ്പോൾ സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സ്, ദെൻ എന്താണ് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി, ഗ്രോത്ത് സ്ട്രാറ്റജി, ദെൻ ഇന്റൻസിഫിക്കേഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ, ദെൻ ഡിഫൻസീവ് സ്ട്രാറ്റജി, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള BCG മെട്രിക്സ്, GE മെട്രിക്സ്. സോ ഇതൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് ഏരിയയിലോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കുക. പലപ്പോഴും മെട്രിക്സ്, ഈ പറയുന്ന അനാലിസിസിന്റെ ഏരിയാസ് ആരും അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് ബേസിക് കൺസെപ്റ്റ് മാത്രം പഠിച്ചു പോകുന്ന പരിപാടി ഉണ്ട്. അങ്ങനെ ചെയ്യരുത്. ഈ പറഞ്ഞിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, എമിനന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ്, BCG മെട്രിക്സ് ആവട്ടെ, ഇപ്പൊ 5 ഫോഴ്സസ് മോഡൽ ആവട്ടെ, GE മെട്രിക്സ് ആവട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ കവർ ചെയ്യണം. ബിക്കോസ് 3 ആയിട്ടോ 5 ആയിട്ടോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇതിൽ നിന്നൊക്കെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്ട്രാറ്റജിയുടെ ഇംപ്ലിമെന്റേഷൻ, റോൾ ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, the leadership, technology, S framework, then startup, merger and acquisition, കുറച്ചുകൂടി joint venture, strategic alliance, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് ഏരിയയിലോട്ട് വന്നിട്ടുള്ളത്. then last evaluation and control, then evaluation criteria, strategic control, operational control, then MSME, strategy for non-profit organization. ഈ ഡീറ്റെയിൽസ് ആണ് ലാസ്റ്റ് വന്നിട്ടുള്ളത്. സോ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒരു 4 ഏരിയ ആയിട്ട് നമുക്ക് മൊഡ്യൂളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതില് ഞാൻ പറഞ്ഞ പോലെ ബേസിക് കൺസെപ്റ്റ് മാത്രം നോക്കാണ്ട് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുക. എസ്പെഷ്യലി ഈ പറയുന്ന മെട്രിക്സിനൊക്കെ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കാം കേട്ടോ. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. സോ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ നീഡ്, ഇമ്പോർട്ടൻസ്, റോൾ ഓഫ് ഓഡിറ്റേഴ്സ്, സോഷ്യൽ ഓഡിറ്റ്, CSRന്റെ ഡീറ്റെയിൽസ് പോകുന്നുണ്ട്. ട്രാൻസ്പെറൻസി ആൻഡ് ഡിസ്ക്ലോഷർ, കോർപ്പറേറ്റ് സ്കാംസ്, ഫെയർ ട്രേഡ് പ്രാക്ടീസസ്, എമർജിംഗ് ട്രെൻഡ്സ് ഇൻ കോർപ്പറേറ്റ് ഗവേണൻസ്. ഇതാണ് ലാസ്റ്റ് ഏരിയ. സോ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതുകൊണ്ട് 2 ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോ ദാറ്റ്സ് അബൌട്ട് 8th മൊഡ്യൂളിന്റെ സിലബസ് ഡീറ്റെയിൽസ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺവീനിയന്റ് ആയിട്ടുള്ള സിലബസ് ആണ്. ബട്ട് ടെക്നിക്കൽ ടൈംസ് ആണ് പലപ്പോഴും കുട്ടികൾക്ക് ക്ലാരിറ്റി കിട്ടാത്ത. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഒരു റെഫറൻസ് ബുക്ക്. അതാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്.
നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഈ പറയുന്ന സിലബസ് കവർ ചെയ്യുന്ന ഒരു ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഫോളോ ചെയ്യുന്നെങ്കിൽ ഫോളോ ചെയ്യാം. ദെൻ രണ്ടാമതൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മളൊരു ബുക്ക് സജസ്റ്റ് ചെയ്തു, ഇത്ര എമൗണ്ട് ഒക്കെ കൊടുത്ത് മേടിച്ചു അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് എടുത്തു. ആ ഒരു ബുക്കില് ചിലപ്പോൾ നമ്മുടെ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാവും. ബിക്കോസ് ഇപ്പോൾ ഈ ഒരു മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ 2 സബ്ജക്ട് ഉണ്ട്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഉണ്ട്, കോർപ്പറേറ്റ് ഗവർണൻസ്. 2 സെപ്പറേറ്റ് ബുക്ക് മേടിക്കണം. ഇപ്പൊ കോർപ്പറേറ്റ് ഗവർണൻസിന്റെ ഒരു ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം കവർ ചെയ്താൽ മതി. ചിലപ്പോൾ നമ്മൾ ബുക്കിൽ നോക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരിക്കും. സോ ലൈബ്രറി ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് ബുക്സ് എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, അഡീഷണൽ പൈസ ചെലവാക്കാണ്ട് നമുക്ക് റെഫർ ചെയ്ത് നോട്ട് ഉണ്ടാക്കലാണ് ഏറ്റവും ബെസ്റ്റ്. ബിക്കോസ് ഒരു ബുക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട, നമുക്ക് സിലബസ് കവർ ചെയ്യുന്ന ഏരിയാസ് മാത്രമാണ് വേണ്ടേ. ഞാൻ ഓൾറെഡി ഈ പറയുന്ന ബുക്കുകളിലൊക്കെ ഞാൻ റെഫർ ചെയ്യാറുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ബുക്ക് സജസ്റ്റ് ചെയ്യുന്നത്. നല്ല ടെക്സ്റ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് സ്ട്രാറ്റജിക് മാനേജ്മെന്റിലെ റെഫറൻസ് ബുക്ക് ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അസർ കസ്മിയുടെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ്. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് അസർ കസ്മിയുടെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ദെൻ നെക്സ്റ്റ് കോർപ്പറേറ്റ് ഗവർണൻസിന്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് AC ഫെർണാണ്ടോയുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബുക്കാണ്. AC ഫെർണാണ്ടോ, മുരളീധരൻ, EK സതീഷ് ജോയിൻ ചെയ്തിട്ടുള്ള AC ഫെർണാണ്ടോയുടെ കോർപ്പറേറ്റ് ഗവർണൻസ്. അപ്പോൾ ഈ 2 റെഫറൻസ് ബുക്കാണ് എൻ്റെ ഒരു സജഷൻ. ഓൾറെഡി നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്ക് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഇതൊക്കെ അവൈലബിൾ ആണെങ്കിൽ ഇറ്റ്സ് ഇനഫ്. അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ഇതുവരെയായിട്ട് മേടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ റെഫർ ഞാൻ തരുന്ന സജഷൻ ആണ് ഇത് 2. ഓൾറെഡി നിങ്ങൾക്ക് ഒരു ലൈബ്രറിയിൽ പോകാനുള്ള ഒരു അല്ലെങ്കിൽ പോസിബിലിറ്റി അവിടെ ഉണ്ടെങ്കിൽ ലൈബ്രറി നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യാം. ബിക്കോസ് ഇത്രയധികം മൊഡ്യൂളില് ഒന്നിലധികം സബ്ജക്റ്റുകൾ, 10 മൊഡ്യൂളിൽ 10 സബ്ജക്റ്റുകൾ അതിനകത്ത് കൂടുതലുണ്ട്. ഇതിനെല്ലാത്തിനും കൂടി ബുക്ക് മേടിക്കുക എന്ന് പറയുമ്പോൾ അത്രത്തോളം ചെലവ് കൂടുന്നൊരു പരിപാടിയാണ്. അതുകൊണ്ട് ലൈബ്രറി ഫെസിലിറ്റി അവൈലബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് സ്റ്റഡി പ്ലാൻ ഡീറ്റെയിൽസിലോട്ടാണ് പോകേണ്ടത്. ഈ 2 സബ്ജക്റ്റിനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ 8th മൊഡ്യൂളിലെ ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, പഠിക്കുമ്പോൾ അറ്റ് എ ടൈമിൽ ഒരു 1.5 hours മാക്സിമം 2 hours ഒരു സബ്ജക്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അങ്ങനെ ഒരു ദിവസം ഒരു 2-3 സബ്ജക്റ്റുകൾ വെച്ചിട്ട് നിങ്ങൾ വേണം പ്രിപ്പയർ ചെയ്ത് പോകാൻ. ഒരൊറ്റ സബ്ജക്റ്റിൽ മാത്രം എന്ത് ചെയ്യരുത്, ടൈം സ്പെൻഡ് ചെയ്ത് പോരുത്. ഓക്കെ, സോ ആ ഒരു രീതിയിൽ പോവാണെങ്കിൽ 30 days ഒരു ദിവസം നമുക്ക് ചിലപ്പോൾ അത്രത്തോളം നമുക്ക് വേണ്ടി വരില്ല. എന്നാലും ഞാൻ വല്ലാണ്ട് ധൃതി പിടിച്ച് പഠിക്കാണ്ട് സിമ്പിൾ ആയിട്ട് ഉള്ള സമയം എൻജോയ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരു ദിവസം 1.5 hours സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 30 ദിവസം ഇറ്റ്സ് ഇനഫ് ഫോർ ഫിനിഷിംഗ് ദിസ് പെർട്ടിക്കുലർ മൊഡ്യൂൾ. ഓരോന്നും കാര്യങ്ങൾ റെഫർ ചെയ്ത് നോട്ട് ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ ഒരു 30 ദിവസം ആണ് നമുക്ക് ഈ ഒരു മൊഡ്യൂള് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തുനിന്നൊരു സജഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ച് നിൽക്കുന്നവര് MCOM ഒക്കെ കഴിഞ്ഞാൽ അധികം ടൈമൊന്നും ആയിട്ടില്ലെങ്കിൽ ഇത്ര സമയമൊന്നും വേണ്ട. നമ്മളൊന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ച, ഒരു 20 ദിവസം കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നല്ല രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്ത് ഒരു റിവിഷനൊക്കെ വെച്ച് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. എൻ്റെ ഭാഗത്തുനിന്നുള്ള സജഷൻ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. സോ ദാറ്റ്സ് അബൌട്ട് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവർണൻസ് കൂടിയിട്ടുള്ള 8th മൊഡ്യൂളിന്റെ സിലബസ് ഡീറ്റെയിൽസ്, റെഫറൻസ് കാര്യങ്ങൾ, ദെൻ അത് മാത്രമല്ല സ്റ്റഡി പ്ലാൻ ഡീറ്റെയിൽസ്. ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ദെൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ 10 മൊഡ്യൂളിൽ ഏറ്റവും കൂടുതൽ ഏത് സബ്ജക്റ്റ് ആണ് വേണ്ടതെങ്കിൽ കമന്റ് ചെയ്യുക. ആ സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ഈ 10 മൊഡ്യൂളിന്റെ മൊഡ്യൂൾ വൈസ് അനാലിസിസിന് ശേഷം ഓരോ ഇമ്പോർട്ടന്റ് ഏരിയാസിന്റെ വീഡിയോസ് ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. ഓൾറെഡി സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് കുറെ ആൾക്കാർ പറഞ്ഞിട്ട് ഒരു വീഡിയോ മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് മൊഡ്യൂൾ വൈസ് അനാലിസിസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ ഈ ഒരു 10 മൊഡ്യൂളിന്റെ മൊഡ്യൂൾ വൈസ് അനാലിസിസിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഐദർ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണ് വേണ്ടതെങ്കിൽ കമന്റ് ചെയ്യുക. സോ ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയസ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.